UAE പ്രതിരോധ മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ പാലസ് അഡ്മിനിസ്ട്രേറ്ററായ AP അസ്ലം മൊഹീദ്ദീൻ സാഹിബിൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക്. ഒരാൾക്ക് അയാൾ എത്ര ഉന്നത പദവിയിലെത്തിയാലും അയാൾ തൻ്റെയും തൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെയും നാട്ടിലെയും മറ്റുള്ള ആളുകൾക്ക് കൂടി തൻ്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നൊരു കാര്യത്തിൽ അസ്ലം ചെയ്തു വെച്ച കാര്യങ്ങൾ, അതിൻ്റെ ഒരു ചെറിയ രൂപം അടുത്തു വരുന്ന തലമുറയെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഏതാണ്ട് 37ാമത്തെ വയസ്സിലാണ് അസ്ലം മരിക്കുന്നത്. 16ാമത്തെ വയസ്സിൽ ദുബായിൽ വരികയും ഏതാണ്ട് 20 വർഷക്കാലം ദുബായിൽ ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ സാധാരണ നിലയിൽ ജീവിതം ആരംഭിച്ച് വളരെ ഔന്നത്യത്തിലെത്തിയപ്പോഴും തൻ്റെ കടമ നിർവഹിക്കുവാൻ അസ്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നത് ഏതാണ്ട് ഒരു പുരുഷായുസ്സിൽ ഒരാൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ 37 വയസ്സുകാലത്തിൻ്റെ ഇടയ്ക്ക് അസ്ലമിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന്. ഈ ബയോഗ്രാഫി തയ്യാറാക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശവും അതുതന്നെ. പരേതനായ മുഹമ്മദ് അസ്ലം മലയാളികളുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു സുഹൃത്തായിരുന്നു. മലയാളികൾക്ക് മാത്രമല്ല, ഏത് രാഷ്ട്രക്കാരനായാലും അവരെ സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന അടുത്ത സ്വാധീനമാണ് അതിന് കാരണമായത്. ഇങ്ങനെ നമ്മൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത, നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അല്ലാഹു ഒരു സൽക്കരമായി അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്തായുള്ള കൽപ്പകഞ്ചേരി ഗ്രാമം. നിഷ്കളങ്കരായ ഒരു കൂട്ടം മനുഷ്യർ, വിവിധ മതസ്ഥർ, ഒരു കൊച്ചു ഗ്രാമത്തെ പുരോഗതിയുടെ മുൻനിരയിലെത്തിച്ച ഒരു കൊച്ചു ബാലൻ്റെ അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണകളിലൂടെ ഒരു യാത്ര. ആയിരത്തി 1968 അസ്ലമിൻ്റെ ജനനം. PC മാസ്റ്റർ എന്നറിയപ്പെടുന്ന മൊയ്തീൻകുട്ടി മാസ്റ്ററുടെയും PC ഫാത്തിമക്കുട്ടിയുടെയും ഇളയ മകനായിരുന്നു മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയുടെ താങ്ങും തണലുമായിരുന്ന അസ്ലം. ഒരുപാട് നന്മകൾ നാടിനും സമൂഹത്തിനും നൽകി ആയിരങ്ങളുടെ മനസ്സിൽ കെടാതെ സാന്ത്വനത്തിൻ്റെ തിരിവട്ടമായി അദ്ദേഹം ഇന്നും പ്രകാശം പരത്തുകയാണ്. ഒരു സാധാരണ കുട്ടിയായി ജനിച്ചു ജീവിച്ച കൽപ്പകഞ്ചേരിക്കാരൻ നടന്നു കയറിയത് ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ പടവുകളിലേക്കായിരുന്നു. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ചുറ്റുപാടിലുണ്ടായിരുന്നിട്ടും അസ്ലമിൻ്റെ പിതാവ് PC മാസ്റ്റർ ധാർമ്മിക ബോധമുള്ളവരായി തന്നെയാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നത്. ഓർത്ത് ഇപ്പോഴും സന്തോഷിക്കുന്ന 1-2 അനുഭവങ്ങൾ. ഞാനും അസ്ലമും കൂടി ഒന്നിച്ച് രാവിലെ മദ്രസയിൽ പോയിരുന്നു. അവിടെ നിന്ന് മദ്രസ കഴിഞ്ഞ് സ്കൂളിൽ എത്തുവോളം ഞങ്ങൾ ചെയ്തിരുന്ന വികൃതികൾക്ക്, എന്ത് വികൃതി ഞാൻ ചെയ്താലും ഓട്ടോമാറ്റിക്കലി ഞാൻ അസ്ലമിൻ്റെ പേരിലാണ് ചാർജ് ചെയ്യുക.
കാരണം അവൻ എന്നെക്കാട്ടിലധികം ശാരീരികമായ സൈസുണ്ട്. അതിലുപരി വീട്ടിൽ നിന്നും എന്നെക്കാട്ടി താഴെ ഇളയതായതുകൊണ്ട് ഉപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അടിയുടെ എണ്ണം കുറയും. ഈ 2 കാര്യത്തിനു വേണ്ടി പല തെറ്റുകൾ ഞങ്ങൾ ഇവിടെ നിന്ന് സ്കൂളിലെത്തുന്നവരെ ഒരു വഴിൻ്റെ സൈഡിലുള്ള എല്ലാ വീടുകളിൽ നിന്ന് മാങ്ങ അതുപോലുള്ള സാധനങ്ങൾ എടുക്കും. ഇതെല്ലാം അവർ ചീത്ത പറയുക എന്ത് ചെയ്താലും അസ്ലം ചെയ്തതാണ്. പിന്നെ അന്ന് ഞാനത് അസ്ലമിൻ്റെ പേരിലാണ് ചാർജ് ചെയ്യുക. ഇവിടെ വരുമ്പോൾ വീട്ടിൽ നിന്നും ഉപ്പ ചോദിക്കും, നിങ്ങളത് ചെയ്തില്ല ഇത് ചെയ്തില്ല, അത് അസ്ലം ചെയ്തതാണ്. കാരണം അസ്ലം അന്ന് താഴെ ചെറിയ കുട്ടിയായതുകൊണ്ട് അസ്ലമിന് കുറച്ച് ഒരു അടിൻ്റെ കാഠിന്യം കുറയും. അന്ന് എനിക്ക് അസ്ലമിന് അതുപോലെ ഷംസു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് സ്കൂൾ വിട്ട് വന്നാൽ അല്ലെങ്കിൽ മദ്രസ വിട്ട് വന്നാൽ ഏറ്റവും അധികം ഞങ്ങൾക്ക് അന്ന് ജീവിതത്തിൽ എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നത് കുളത്തിലെ ചാട്ടമായിരുന്നു. അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് അന്ന് അസ്ലം ഞങ്ങൾ ഈ കുളത്തിൽ തന്നെ ഞങ്ങളന്ന് മത്സരിക്കുമായിരുന്നു. അന്ന് മത്സരിക്കുന്നത് പറഞ്ഞാൽ മാക്സിമം ഒരു മിഠായിക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു മത്സരിച്ച് നീന്തുന്നത് അത്തരം ഒരു കാര്യങ്ങൾക്ക്. അന്നും അസ്ലം അവസാന കാലഘട്ടത്തിൽ എത്രയോ ജീവിതത്തിൽ മുന്നേറിയോ അതുപോലെ അന്നും ചെറുപ്പത്തിൽ പോലും അസ്ലം ഞങ്ങൾ ഈ കുളത്തിലുള്ള ഈ മത്സരത്തിലും അസ്ലം അന്ന് മുന്നിലായിരുന്നു. മർഹൂം ബീച്ച് മാസ്റ്റർ മൊയ്തീൻകുട്ടി മാസ്റ്റർ എന്ന ബീച്ച് മാസ്റ്റർ വളരെ പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ത്യാഗപൂർണമായ ആണ് ഈ മക്കളൊക്കെ അദ്ദേഹം വളർത്തിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകന് സലാം അദ്ദേഹം ഒരിക്കൽ നാട് വിട്ടുപോയി കുറേ കാലം ബോംബെയിൽ എന്തോ ഒരു ചെരുപ്പ് കമ്പനിയിൽ കുറേ കാലം ജോലി ചെയ്യാനും ഇടം വരുന്നു. എനിക്കൊരു അനുഭവം തോന്നുന്നത്, ഞാനൊരിക്കൽ ബോംബെയിൽ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പോകുമ്പോൾ പറയുന്നതിനായ ബീച്ച് മാഷ് എന്നോട് പറഞ്ഞു, എന്നെ ഇബ്രാഹിം കുട്ടി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇബ്രാഹിം കുട്ടി എങ്ങനെയെങ്കിലും ബോംബെയിൽ തിരഞ്ഞു പിടിച്ചതിൻ്റെ സലാമിനൊന്ന് കണ്ടുപിടിച്ച് അവനൊന്ന് നാട്ടിലെത്തിച്ചേരണം. കാരണം അവൻ്റെ ബീച്ച് മാഷിൻ്റെ ഉമ്മ അവരുടെ വല്യമ്മ അവനെ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനൊന്ന് തിരഞ്ഞു പിടിച്ച് നാട്ടിലെത്തിച്ചെന്നാൽ ഇവിടെ വല്യമ്മ കണ്ട് ഉടനെ അവന് തിരിച്ചു പോകാവുന്നതാണ്. ആ രൂപത്തിൽ എന്തെങ്കിലും ശ്രമിക്കണമെന്ന് പറയുകയും എൻ്റെ ജ്യേഷ്ഠനും അതിന് എനിക്ക് നിർദ്ദേശം തരിക. അങ്ങനെ ഞാൻ ബോംബെയിൽ 2 ദിവസം ഈ സലാമിനെ തിരഞ്ഞു നടന്നു. അങ്ങനെ അവസാനം അവനെ കണ്ടുപിടിച്ച് അവനൊരു ഹവായി ചെരുപ്പുണ്ടാക്കുന്ന കമ്പനിയിൽ സെയിൽസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. കാരണം അത്രയും അന്ന് ഈ നാട്ടിൽ അത്രയും പ്രയാസപ്പെട്ടിട്ട് കഷ്ടനഷ്ടം കൊണ്ടാണ് അവൻ ജോലി ചെയ്ത് ബോംബെയിൽ പോയത്. അങ്ങനെ എന്തായാലും അന്ന് എൻ്റെ കൂടെ വന്നില്ലെങ്കിലും 2 ആഴ്ചക്കുള്ളിൽ അവൻ തിരിച്ചു വന്ന് ബീച്ച് മാഷ് അവനെ വേണ്ടാൻ വന്നതിൽ ഏറെ എന്നോട് സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ സലാമിൻ്റെ നേതൃത്വത്തിൽ അവർ പിന്നീട് ഒരു ബസ് സർവീസ് തുടങ്ങുകയും അല്പം പച്ച പിടിച്ച് ഒക്കെ വളർന്നു വന്നതിന് ശേഷമാണ് ഗൾഫിൽ അബ്ദുസമ്മദും മറ്റും അവൻ്റെ സലാമിൻ്റെ തൊട്ട് താഴെയുള്ള അബ്ദുസമ്മദൊക്കെ ഗൾഫിൽ പോയി. അവിടെ തുടക്കത്തിൽ തന്നെ അവർക്ക് ഒരു അത്യാവശ്യം അവിടെ പിടിച്ച് നിൽക്കാവുന്ന ജോലി ഭാഷയും മറ്റ് ജനങ്ങളുമായി ബന്ധപ്പെടാനുമൊക്കെ പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പാലസിൽ തന്നെ ജോലി ലഭിച്ച്. അതിൻ്റെ തണലിലാണ് പിന്നീട് അസ്ലം അവിടെ വളർന്നു വന്ന് ഷെയ്ഖ് മുഹമ്മദിൻ്റെ പാലസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിതനാവുകയും ചെയ്തു. വിദ്യാർത്ഥി എന്ന നിലയിലല്ല അവൻ ക്ലാസ്സിൽ വന്നിരുന്നു. ഒരു അന്വേഷകൻ എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും. ചിന്തയിൽ ചിത്രകാരനെ പോലെ, കവിതയിലെ കവിയെപ്പോലെയൊക്കെ ആയിരുന്നു അവൻ്റെ സംസാരങ്ങൾ. ഈ സംസാരമൊക്കെ എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ ഈ ഗ്രാമത്തിൽ നടക്കുന്ന ഈ കുട്ടിക്ക് എന്തിനാണ് ഈ തരത്തിലുള്ള ചിന്തകളെന്ന് ചോദിക്കാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചിന്തകളൊക്കെ മറ്റെന്തിനോ വേണ്ടി ഉള്ളതായിരുന്നു എന്ന്. നാട്ടിൽ വരുന്ന സമയത്തെല്ലാം തന്നെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അതിശയിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ കുട്ടി ഇത്രയും
ശ്രേഷ്ഠനായി പോകുന്നത് അവൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയോ സഹോദരന്മാരുടെ പ്രോത്സാഹനമോ നാട്ടുകാരുടെ അതേപോലത്തുള്ള പ്രോത്സാഹനമൊക്കെ ആയിരിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷേ അവനെന്തോ വീണ് കിട്ടിയ ഒരു ഭാഗ്യം, അതാണ് ഞാൻ അവനെക്കുറിച്ച് ചിന്തിക്കാറ്. ആയിരത്തി 1981-82 കാലഘട്ടങ്ങളിൽ ഇവിടെ അസ്ലം 9-10 ക്ലാസ്സുകൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആണ് ഇവിടെ ഈ കാണുന്ന പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചത്. എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകനായ മൊയ്തുട്ടി മാസ്റ്റർ അധ്യാപകരുടെ കൂടെ ഇവിടുത്തെ ഒരു നല്ലൊരു ടീം വിദ്യാർത്ഥികൾ ഈ കാര്യത്തിൽ വളരെയധികം സഹകരിച്ചു. അതിൽ മുൻപന്തിയിൽ നിന്ന ആളായിരുന്നു അസ്ലം. അന്ന് വെച്ച് പിടിപ്പിച്ച മരങ്ങൾ ഇന്ന് സ്കൂളിൻ്റെ നാനാഭാഗങ്ങളിലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. ഇന്ന് നമ്മുടെ സ്കൂളിലാണെങ്കിൽ അതിൻ്റെ ഒരു പുരോഗതി എന്നോണം ഒരു വലിയൊരു തോട്ടം തന്നെയുണ്ട്. അത് പ്രത്യേകമായി എടുത്തു പറയത്തക്ക ഒരു ഔഷധത്തോട്ടം. ഇതിന് ഇന്നും ഈ സ്കൂളിൽ നിന്ന് പോയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ സഹകരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ഇന്ന് ഒരു വലിയ ഔഷധത്തോട്ടം ഇവിടെ നിൽക്കുന്നുണ്ട്. കൽപ്പകഞ്ചേരി ഗ്രാമത്തിലെ വൈകുന്നേരങ്ങളിൽ പന്തുരുളാത്ത വയലേലകളോ പറമ്പുകളോ ഉണ്ടായിരുന്നില്ല. അസ്ലമിൻ്റെ മനസ്സിലും സെവൻസും അതിൻ്റെ ആരവങ്ങളും നിറഞ്ഞു നിന്നു. അസ്ലമിനെ സംബന്ധിച്ചിടത്തോളം അസ്ലമിൻ്റെ അവസാന കാലഘട്ടത്തിൽ അസ്ലമിനെ ലോകം എത്ര രാജ്യം എത്ര ബഹുമാനിച്ചിരുന്നോ അല്ല ആദരിച്ചിരുന്നോ അതിലധികം ഒരു പ്രദേശം അസ്ലമിനെ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഏകദേശം അവൻ 8ാം ക്ലാസ് ടു 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് അവൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ പ്രാദേശികമായി ജനം അവനെ തോളിലേറ്റി കൊണ്ടു നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കാലഘട്ടത്തിൽ അസ്ലമും ഫുട്ബോളുമായിട്ട് വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. അന്ന് ഇന്നത്തെ പോലൊന്നുള്ള ഒരു അവസ്ഥാവിശേഷങ്ങളൊന്നുമില്ല. അന്ന് പിന്നെ മൊത്തത്തിൽ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് രീതിയിലുള്ള സഹായ സഹകരണങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളോ ഏത് ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞങ്ങൾ സ്വന്തമായിട്ട് കീശയിൽ നിന്നൊക്കെ കാശൊക്കെ ചിലവാക്കിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അന്ന് ഈ പ്രദേശത്ത് ഏറ്റവും അധികം പേരെടുത്ത ഒരു ഗോൾ കീപ്പറായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഫോർവേഡ് കളിച്ചിരുന്ന കാലത്ത് ഇന്നും ഞാനൊരു ആലോചിക്കുന്ന സംഭവം, പ്രാദേശികമായ 2 ടീമുകൾ തമ്മിലുള്ള മത്സരത്തിൽ വളരെ വാശിയായ മത്സരത്തിൽ അത് സമനില ഒരു സാധാരണ ഗൾഫുകാരൻ്റെ മോഹങ്ങളും ആശകളുമായി അസ്ലമും യാത്രയായി.
സ്വന്തം ഗ്രാമവും നാട്ടുകാരും മനസ്സിനെ പിൻവിളി വിളിച്ചെങ്കിലും തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായി പ്രവാസി ജീവിതം മാത്രമേ മുന്നിലുള്ളൂവെന്ന് ഏതൊരു മലയാളിയെയും പോലെ അസ്ലമും കരുതിയിരിക്കാം. തിരൂരിൽ നിന്നും തീവണ്ടി മാർഗം ബോംബെയിലേക്കും അവിടെ നിന്നും ദുബായിലേക്കും പറന്നു. ആയിരത്തി 1983 വന്നിറങ്ങുമ്പോഴുള്ള ദുബായ് ഇന്നത്തെ പോലെ വളർന്നിട്ടില്ലായിരുന്നു. സാബിയിൽ പാലസിലെ ഒരു സാധാരണ ഓഫീസ് ബോയ് ആയിട്ടായിരുന്നു അസ്ലമിൻ്റെ തുടക്കം. ജോലിയോടുള്ള ആത്മാർത്ഥതയും ദൃഢനിശ്ചയവും അസ്ലമിനെ പെട്ടെന്ന് തന്നെ പാലസിലെ ഉന്നത പദവിയിലേക്ക് ഉയർത്തി. തൻ്റെ ഉയർച്ചയോടൊപ്പം ദുബായിയും വളർന്നു. വളരുന്ന ദുബായ്ക്കു വേണ്ടി രാപകലില്ലാതെ പണിയെടുത്തു അസ്ലം. ഇന്നത്തെ ദുബായിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് നിമിത്തങ്ങളായ നിമിഷങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോവുകയുണ്ടായി. സാധാരണ ഒരു പ്രവാസിയുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം വെച്ചു പുലർത്തിക്കൊണ്ടാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ഒരിക്കലും തന്നെ ജാടകൾ എന്തെന്നറിയാത്ത ഒരു മനുഷ്യസ്നേഹിയും അതുപോലെ തന്നെ ഒരു മതസ്നേഹിയുമായിരുന്നു അദ്ദേഹം എന്നതിൽ ആർക്കും തർക്കമില്ല. നാട്ടിൽ നിന്നും വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ ടെക്നിക്കലായി ക്വാളിഫൈഡായ അങ്ങനെയുള്ള ഒരുപാട് പാവങ്ങളായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇവിടെയുള്ള നല്ല സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങിക്കുന്നതിനും ജോലി നേടിക്കൊടുക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത സഹായങ്ങൾ എപ്പോഴും സ്മരണീയമാണ്. എൻ്റെ ഒരു അകന്ന ബന്ധു പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചപ്പോൾ ജബലലി പോലീസ് സ്റ്റേഷനിൽ നിന്നും അതിൻ്റെ കടലാസുകൾ കിട്ടാത്തത് കൊണ്ട് 2 ദിവസം വൈകിപ്പോയിരുന്നു. അവസാനം ജസ്റ്റ് ഒരു ഫോൺ കോൾ കൊണ്ട് എനിക്ക് ആ കാര്യം അസ്ലം സാധിച്ചു തരികയും ബന്ധുമിത്രാദികൾക്ക് ജനാസ കൊണ്ടുപോകാൻ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹം എനിക്ക് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും സാധാരണയായി ഒരു മലയാളിക്ക് സ്വപ്നം പോലും കാണാത്ത കാര്യമാണ്. അസ്ലംക്ക മുമ്പൊരു നിയമം കൊണ്ടുവന്നതുകൊണ്ട് അത് നമുക്ക് വലിയൊരു ഗുണമായി. പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒട്ടനവധി ആൾക്കാർ അസ്ലം സാഹിബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം ചെയ്ത സേവനങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ കോൺഗ്രസ് നേതാവായ MG പുഷ്പാകരൻ തന്നെ അസ്ലം സാഹിബിനെക്കുറിച്ച് ഒട്ടനവധി അദ്ദേഹം ഇടപെടുന്ന പ്രശ്നങ്ങൾ അസ്ലം സാഹിബിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനൊക്കെ പരിഹാരം ഗവൺമെൻറ് തലത്തിലായാലും അല്ലാത്ത തരത്തിലായാലും ഒക്കെ പരിഹാരങ്ങൾ കാണുന്നതിന് അവിടെ ഒരിക്കലും അദ്ദേഹം മതത്തിൻ്റെയോ ജാതിയുടെയോ നിറം നോക്കാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തപ്പെട്ട എല്ലാവരെയും അത് സാമ്പത്തികമായാലും മറ്റ് നിയമപരമായ കാര്യങ്ങളിലായാലും എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു അസ്ലം സാഹിബ്. അസ്ലമിൻ്റെ മനസ്സെന്നും അവൻ ഉണ്ടായ കൽപ്പകഞ്ചേരിയ ചെറിയ വില്ലേജും അവിടുത്തെ ആൾക്കാരും അവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയായിരുന്നു. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ടാവുന്ന സന്ദർഭത്തിലൊക്കെ അസ്ലം പറയും, നമ്മൾക്ക് നമ്മുടെ നാട്ടുകാരെ സഹായിക്കാൻ പറ്റണം, നമ്മുടെ ബന്ധുക്കളെ സഹായിക്കാൻ പറ്റണം, നമ്മുടെ ഫ്രണ്ട്സിനെ സഹായിക്കാൻ പറ്റണം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അബൂബക്കർ ഒരിക്കലും അതൊരു കമേഴ്ഷ്യൽ ബെനിഫിറ്റ് മാത്രമായിട്ട് നീ കരുതരുത്, അതൊരു സോഷ്യൽ ബെനിഫിറ്റിൻ്റെ ഒരു മാർഗത്തിൽ എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ അസ്ലമിന് നല്ല കഴിവുണ്ടായിരുന്നു. ജനിച്ചു വളർന്ന സ്വന്തം ഗ്രാമത്തെയും അവിടുത്തെ നാട്ടുകാരെയും മറക്കാതെ വലിയ വലിയ തിരക്കുകൾക്കിടയിലും ക്ഷേമാന്വേഷണവുമായി അസ്ലം പലരെയും നേരിൽ ചെന്ന് കാണുകയും അവർക്കാവശ്യമുള്ളതെല്ലാം മനസ്സിലാക്കി ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു.
നാട്ടിൽ ഓരോരോ വ്യക്തികളെ സംബന്ധിച്ചും അവരെ അപ്പത്തെ സിറ്റുവേഷൻ എന്താണ്, ജീവിത രീതികൾ എങ്ങനെയാണ്, അവരെ സാമ്പത്തിക ചുറ്റുപാട് എന്താണ്, മറ്റ് രോഗ സംബന്ധമായിട്ട് അവർക്ക് പല കഷ്ടപ്പാടുകളുണ്ടോ, എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ വളരെയധികം താല്പര്യമെടുത്തു. കാരണം ഒരു മാസത്തിലെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഭാഗത്തു നിന്ന് ഏറ്റവും ചുരുങ്ങിയതൊരു 100 ആളെങ്കിലും ഗൾഫ് പോകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു അയവാണ് കാരണം അസ്ലമിൻ്റെ മരണശേഷം. എനിക്ക് അസ്ലമിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ കൽപ്പകഞ്ചേരിക്കാർ അനുഭവിക്കുന്ന സമ്പൽ സമൃദ്ധമായ ജീവിതം തന്നെ അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം. കാരണം ഞാനൊരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് എന്നെ ഇവിടെ ഗൾഫിൽ കൊണ്ടുവന്ന് നല്ല ജോലിയും സാമാന്യം തരക്കേടില്ലാത്ത ശമ്പളവും അതുപോലെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റ് പലരെയും കൈപിടിച്ചുയർത്തി ഇന്ന് കൽപ്പകഞ്ചേരി പഞ്ചായത്തിനെ ഒരു ദരിദ്രൻ പോലും ഇല്ലാത്ത പഞ്ചായത്താക്കി മാറ്റാൻ അസ്ലമിൻ്റെയും ആ കുടുംബത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം മതസ്ഥനായിട്ട് പോലും എന്നെ ആ രീതിയിൽ കാണാതെ ഒരാളായിട്ട് തന്നെ ആ കുടുംബത്തിൻ്റെ അംഗത്തെ പോലെ എന്നും അവരുടെ ജ്യേഷ്ഠ സഹോദരന്മാർ ഇന്ന് എപ്പോഴും അവരുടെ സംരക്ഷണത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. മന്ത്രിയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആണ് അസ്ലമിനെ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ പെരുമാറ്റവും ലാളിത്യവും എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു. വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സാധാരണക്കാരായ ജനങ്ങളോട് സ്നേഹപൂർവമായി പെരുമാറാനും സഹജീവികളുടെ ദുഃഖത്തിൽ പങ്കാളിയാകുവാനുമുള്ള ഒരു മനസ്സ് അസ്ലമിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലത്ത് നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഉദാഹരണമായി കേരളത്തിന് വേണ്ടി സ്മാർട്ട് സിറ്റി വിഷയം വന്നപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ പൊങ്ങി വന്ന പേര് അസ്ലമിൻ്റേതാണ്. ഉടനെ തന്നെ ആന്ധ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ്റും ഒക്കെ ഈ വിഷയത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ നമുക്കൊന്ന് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ശ്രമിക്കണം എന്ന് ഗവൺമെൻറ് തലത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു മുൻകൂർ അപ്പോയിൻമെൻറ്റും ഇല്ലാതെ അസ്ലം വന്ന് എന്നെയും എൻ്റെ ഓഫീസർമാരെയും എല്ലാവരെയും കൂട്ടി ഇൻ്റർനെറ്റ് സിറ്റിയിൽ പോയി അവിടെ ചെന്ന് അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ചെയർമാൻ, MD, ബാക്കിയുള്ള ആളുകളുമായിട്ട് വളരെ ഫോർമലായിട്ടുള്ള ഡിസ്കഷൻ മുൻകൂട്ടിയുള്ള യാതൊരു അപ്പോയിൻമെൻറ്റും ഇല്ലാതെ അങ്ങോട്ട് നടത്തുകയായിരുന്നു. ആ വിശദമായ ചർച്ചയിലാണ് ഈ ആശയം തന്നെ ആദ്യം പൊങ്ങി വരുന്നത്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അസ്ലം എന്നോട് പറഞ്ഞു, സ്മാർട്ട് സിറ്റി നിങ്ങൾക്ക് കിട്ടും. അസ്ലമിൻ്റെ ഒരൊറ്റ കീ റോളായിരുന്നു അന്ന് ആ സ്ഥാപനം കേരളത്തിന് അനുവദിച്ച് കിട്ടാൻ കാരണം. ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുമ്പോൾ ഫൈനലായിട്ട് സ്മാർട്ട് സിറ്റി കേരളത്തിന് അനുവദിച്ചുകൊണ്ടുള്ള അവരുടെ ലെറ്റർ പൊക്കിക്കാണിച്ച് എൻ്റെ വകുപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി അത് പൊക്കിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം അതിനു വേണ്ടിയുള്ള ഒരു താങ്ക്സ്, നന്ദി പ്രകടമായത് അസ്ലമിനോടാണ്. He was a very pleasant person, full of energy and determination. This is, I think, a quality which brought us together more. He was also always available, either in person or on the telephone. We could always get in touch with him, and we sometimes also have we seek opinions and ideas from each other, and this is the way he showed that he supports people. He was a very liked and appreciated personality in Dubai and amongst the close people of Dubai also and the VIPs. But my true relationship with Aslam have not really started because he was working for His Highness. Or because of him being in Dubai. My relationship is probably different from many other people. My true relationship with Aslam have started through the social and charity work that we've done together. That is really the time when I really knew who Aslam is. حديثي عن أسلم يعني حديث تمتد معرفته إلى أكثر من 15 سنة ماضية.
كان أسلم يعتبر يعني سكرتير للشيخ محمد بن راشد. 1979 UAE-യിലെ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ആദ്യമായി സ്ഥാപിതമായത്. ഇസ്ലാഹി സെന്ററിൻ്റെ ഓഫീസ് ബർദുബായിലെ ഒരു ഫ്ലാറ്റിലായിരുന്നു. അതിൽ തന്നെയായിരുന്നു മദ്രസയും ലൈബ്രറിയും എല്ലാം സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. സൗകര്യപ്രദമായ ഒരിടത്തേക്ക് ഇസ്ലാഹി സെന്റർ മാറ്റണമെന്ന് അതിൻ്റെ ഭാരവാഹികൾ ആലോചിക്കുകയും വിഷയം അസ്ലമുമായി ചർച്ച ചെയ്യുകയുമുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദുബായിൽ ഒരു പീസ് ഓഫ് ലാൻഡ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നാലോചിച്ചപ്പോൾ അതിവിടുത്തെ ദീവാൻ അല്ലെങ്കിൽ റൂളേഴ്സ് കോർട്ടാണ് ഇവിടുത്തെ ലാൻഡ് അലോട്ടിംഗ് അതോറിറ്റി. അതുകൊണ്ട് റൂളേഴ്സ് കോർട്ടിന് ഒരു അപേക്ഷ കൊടുക്കണം എന്ന് അസ്ലം പറഞ്ഞു. അങ്ങനെ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കുകയും അതുമായി അസ്ലം സാഹിബിൻ്റെ കൂടെ റൂളേഴ്സ് ഓഫീസിൻ്റെ അന്നത്തെ ഡയറക്ടറായിരുന്ന ഡോക്ടർ ഖലീഫയെ പോയി കാണുകയും ചെയ്തു. ഈ അൽക്കൂസിലെ നാം ഇപ്പോൾ ഇരിക്കുന്ന ഈ അൽമനാർ സെൻറ്റർ ഉൾക്കൊള്ളുന്ന ഈ പ്ലോട്ട് അലോട്ട് ചെയ്തതിന് ശേഷം ഈ പ്ലോട്ടിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ ഒരു കെട്ടിടം ഉണ്ടാക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇസ്ലാഹിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്ലോട്ടിന് തൽക്കാലം ഒരു കോമ്പൗണ്ട് വാൾ കെട്ടി ആ പ്ലോട്ട് നമ്മളതായി തിരിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഒരു കോമ്പൗണ്ട് വാൾ കെട്ടാനുള്ള ഫണ്ട് പോലും ഇസ്ലാഹി സെൻറ്റർ ഉണ്ടായിരുന്നില്ല. അസ്ലം ഈ വിഷയം ദുബായ് രാജാവിൻ്റെ പത്നി ഷെയ്ഖ് അഹിന്ദുമായി സംസാരിക്കുകയും കെട്ടിടത്തിൻ്റെ നിർമ്മാണ ചെലവുകൾ അവർ ഏറ്റെടുക്കുകയുമുണ്ടായി. ഇന്നു കാണുന്ന ഈ കെട്ടിടവും സൗകര്യങ്ങളുമെല്ലാം ഇസ്ലാഹി സെന്ററിന് ലഭിച്ചത് അങ്ങനെയാണ്. ഇവിടെ പ്രവാസികൾക്കിടയിൽ ഏറ്റവും എല്ലാം കൊണ്ടും ആളെ ബലം കൊണ്ടും എല്ലാം കൊണ്ടും ഞങ്ങൾ KMCCക്ക് തന്നെയാണ് ഇവിടെ കൂടുതൽ അംഗങ്ങളുള്ളത്. ആ നിലക്ക് ഞങ്ങൾക്കൊരു അംഗീകാരമില്ലായിരുന്നു, ഒരു ലൈസൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിന് ഞാനൊരിക്കൽ ബഹുമാനപ്പെട്ട അസ്ലം മൊയ്തീൻ സാഹിബ് ഞങ്ങളുടെ KMCCയിൽ വന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, അസ്ലം സാഹിബ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു അംഗീകാരം നിങ്ങൾ നേടിത്തരണമെന്ന്. ഉടനെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഫോൺ വന്നു, എളേറ്റിൽ നീ KMCCയെ കുറിച്ചുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വിവരണങ്ങൾ പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് ഒരു ലെറ്ററിൽ ഉണ്ടാക്കി കൊണ്ടുതരണമെന്ന്. ഞാനത് കൊടുത്തു. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. കൂടുതൽ ദിവസം കഴിയേണ്ടി വന്നില്ല. 2ാമത്തെ ദിവസം എന്നെ വിളിച്ചു, ഈവനിങ് ടൈമിൽ എന്നെ വിളിച്ചു, ഇബ്രാഹിം നീ എവിടെ ഉള്ളൂ? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലാണ്, ഒരു സുന്നത്ത് നോമ്പുള്ള സമയം. അപ്പം നീ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നോമ്പ് തുറന്നിട്ട് വരാം. അങ്ങനെ ഞാൻ നോമ്പ് തുറന്ന് അസ്ലമിൻ്റെ അടുത്ത് ചെന്നു. അസ്ലമിൻ്റെ ടേബിളിൻ്റെ അസ്ലം ഇവിടുന്ന് എടുത്തിട്ട് ടേബിളിൻ്റെ മുകളിൽ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എന്നോട് പറഞ്ഞു, ഇതാ നീ ആവശ്യപ്പെട്ട എൻ്റെ ലൈസൻസ് എന്ന്. അത് കിട്ടി നോക്കുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ഞങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു അംഗീകാരമാണ് ദുബായ് മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തുനിന്ന് എക്കണോമിക് ലൈസൻസ് അസ്ലം തരുന്നു. അതാണെങ്കിലോ യാതൊരു തരത്തിലുള്ള ഫീസും ഇതിനില്ല, ബിദൂൻ റുസൂം, അതായത് ഇതിന് മുനിസിപ്പാലിറ്റിയിൽ അതിൻ്റെ ഫീസ് അടയ്ക്കണം, അതുപോലും ആവശ്യമില്ലാത്ത നിലക്ക് അദ്ദേഹം ഈ ലൈസൻസ് ബിദൂൻ റുസൂമിൽ ലൈസൻസ് തരുന്നു. ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ, അനാഥർ, അഗതികൾ തുടങ്ങി സമൂഹത്തിലെ മുഴുവൻ അശരണരായവർക്ക് വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങി. കോഴിക്കോട് ജില്ലയിലെ ലവ് ഷോർ എന്ന സ്ഥാപനം ഇതിലൊന്നാണ്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച നിരവധി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒരാശ്വാസ കേന്ദ്രമായ ഈ സ്ഥാപനത്തിനും എല്ലാവിധ സഹായ സഹകരണങ്ങളും അസ്ലം ചെയ്തു കൊടുത്തിരുന്നു. അതിൻ്റെ തുടർ പ്രവർത്തനം ഇപ്പോൾ അസ്ലമിൻ്റെ കുടുംബം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. സ്വന്തം ജീവിതം പോലും മറന്ന് അവർക്ക് ജീവനും സംരക്ഷണവും നൽകാൻ മുഴുവൻ സമയവും ചെലവഴിക്കുകയുണ്ടായി. ഇത്തരം സഹായങ്ങൾ ചെയ്യുമ്പോഴും അതൊന്നും പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ നിശബ്ദമായി ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തവർ
ഈ ലോകത്ത് നന്നേ ചുരുക്കമാണ്. മൂന്ന് വർഷമായിട്ട് കിഡ്നി മാറ്റിവെച്ച ഗുളികക്കും മരുന്ന് ഭാഗമില്ലാതെ കഴിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ തണലുമായി സമ്മതിക്കാനായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മരുന്നിൻ്റെ ഏകദേശം 3/4 ഭാഗം ഒരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം വലിയ അപകടത്തിലാണ് ഇക്കാര്യം. അതേമാതിരി ഒരുപാട് രോഗികൾക്കൊരു സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മരുന്ന് കുടിക്കാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തണലിൻ്റെ മാതിരിയുള്ള സംഘടന ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം വലിയ പരാജയമാണ്. ഒരുപാട് പേരുടെ ജീവിതം കാർന്നു തിന്നുന്ന മാരകമായ സാമ്പത്തിക രോഗമാണ് പലിശ. പലിശ കാരണം നിരവധി പേർ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇത്തരക്കാരെ എങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാമെന്ന ചിന്തയാണ് തണൽ എന്ന പേരിലൊരു പലിശരഹിത ബാങ്കിന് രൂപം കൊടുക്കാൻ അസ്ലമിനെ പ്രേരിപ്പിച്ചത്. പലിശരഹിത ബാങ്കിൽ കൂടി ഇപ്പോൾ 2000 മുതൽ 2009 ആണ്ട് തുടങ്ങുമ്പോഴേക്കും 2 കോടിയിൽ പരം രൂപ നിർധനരായ ആളുകൾക്ക് പലിശയില്ലാതെ കടം കൊടുത്ത് ഇവിടെയുള്ള വളവന്നൂർ, കൽപ്പകഞ്ചേരി സർവീസ് സഹകരണ ബാങ്കുകൾ നൽകിയതിനേക്കാൾ കൂടുതൽ തുക ഈ ഇനത്തിൽ തണലിന് ഈ സാധുക്കളായ ജനങ്ങളെ സഹായിച്ച് ക്ഷേമ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നതാണ് തണലിൻ്റെ ഏറ്റവും വലിയ ഒരു സാമൂഹ്യമായ നേട്ടം. തണൽ പോലെ ഒരു ബാങ്ക് അല്ലെങ്കിൽ അത്തരം ഒരു നല്ല സംരംഭം തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അത് ഒരു സാക്ഷാത്കാരത്തിലേക്ക് വരണ്ടായിരുന്നു. ക്യാൻസർ രോഗികളുടെ പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനു വേണ്ടി തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെൻ്ററിനടുത്ത് സി സെൻ്ററിന് രൂപം നൽകി. ബ്രെയിൻ ചൈൽഡ് ഓഫ് അസ്ലം എന്ന് വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരാശയമാണ്. ഒരിക്കൽ കുഞ്ഞാലി സാഹിബ് ദുബായിൽ ചെന്ന സമയത്തിനെ പറ്റി സംസാരിച്ചപ്പോൾ ഇങ്ങനെ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് ഈ ക്യാൻസർ രോഗികളെ സഹായിക്കാൻ ഒരു സംഗതി ഉണ്ടാക്കിയാൽ എന്താണെന്നുള്ള ഒരു ചർച്ച ഉയർന്നു വന്നു. ഈ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ക്യാൻസർ രോഗികൾ വരുന്നുണ്ട്. RCCയിൽ റീജിയണൽ ക്യാൻസർ സെൻ്റർ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രമാണ് ക്യാൻസറിൻ്റെ. ഇവിടെ വന്നിട്ട് ആളുകൾ താമസിക്കാൻ സ്ഥലമില്ല, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യത വരുന്ന ചികിത്സയാണ്. ഈ ചികിത്സയ്ക്ക് പണമില്ല, ഇങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുണ്ട്. അതിനൊക്കെ പരിഹാരമായിട്ട് ഒരു കേന്ദ്രം നമുക്കിവിടെ ആരംഭിക്കണം. അതിന് നിങ്ങളെന്നെ മുമ്പന്തിയിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാം സഹായിച്ചു തരാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉയർന്നു വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ചെയ്യും. ഇന്ന് യഥാർത്ഥത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കേരളത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമായി CH സെൻ്റർ മാറിയിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന പാവപ്പെട്ട രോഗികൾ അവിടെ ഒത്തുചേരുന്നു. അവരുടെ ചികിത്സയ്ക്ക് RCCയിലാണ് പോകുന്നതെങ്കിലും അവിടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്, ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് അവർക്ക് മരുന്ന് വാങ്ങുന്നതിന് സാമ്പത്തിക സഹായം ചെയ്യാനുള്ള സംവിധാനമുണ്ട്, ആംബുലൻസ് സർവീസുണ്ട്, ബ്ലഡ് ഡോണേഴ്സ് ഫോറം പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാമുള്ള വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരാശയത്തിൻ്റെ അതിൻ്റെ പ്രവൃത്തിപഥത്തിൽ വന്നതിൻ്റെ ഫലമായിട്ടാണത് അവിടെ സാധിച്ചത്. അനാഥരായ കുട്ടികളെ സംരക്ഷിക്കാൻ ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. എന്നാൽ രക്ഷിതാക്കൾ ഉണ്ടായിട്ടും അനാഥരേക്കാൾ കഷ്ടത അനുഭവിക്കുന്ന, ഭക്ഷണവും വിദ്യാഭ്യാസവും ലഭിക്കാത്ത ഒട്ടനവധി കുരുന്നുകളെ ആരും കാണാതെ പോകുന്നു. അത്തരം കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകൾ അസ്ലമിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അങ്ങനെയാണ്
അൻസാർ അഗതി മന്ദിരത്തെക്കുറിച്ചുള്ള തീരുമാനമുണ്ടാകുന്നത്. താൻ ജനിച്ചു വളർന്ന തൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ് കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവിടമായ ആ മഹാസ്ഥാപനം അദ്ദേഹം പടുത്തുയർത്തിയത്. ഒരുപാട് ജീവിതങ്ങളെ കരകയറ്റുകയും അതുപോലെ തന്നെ സമുദായത്തിന് പൊതുവായി വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ ഒരുപാട് സേവനങ്ങൾ അവൻ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവയിലെല്ലാം തന്നെ അതിൻ്റെ ഒന്നിൻ്റെയും തന്നെ ആവശ്യം പരലോകത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന് ആവശ്യമില്ല. ഈ ഒരൊറ്റ കാര്യം തന്നെ മതി. 100 കുട്ടികളെ, അവരുടെ എല്ലാവിധ അഗതികളായ അശരണരായ 100 കുട്ടികളെ അവരുടെ എല്ലാവിധ ജീവിത ചെലവുകളും നൽകി വിദ്യാഭ്യാസം കൊടുക്കുവാനും അവർക്ക് വേണ്ട സംരക്ഷണം നൽകുവാനുമുള്ള അഗതി മന്ദിരമെന്ന ആ ഒരു സ്ഥാപനം അവൻ സ്ഥാപിച്ചെടുത്തു എന്നത് മാത്രം മതി എന്നാണ് എനിക്ക് ഉറച്ചും ഞാൻ വിശ്വസിക്കുന്നത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ കോഴിക്കോട് ഒരു സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച കേന്ദ്രത്തിന് സ്ഥലം വാങ്ങാൻ അദ്ദേഹമാണ് സംഖ്യ സംഘടിപ്പിച്ചു തന്നത്. അസ്ലമിൻ്റെ പ്രവർത്തനങ്ങൾ, അസ്ലമിൻ്റെ മാത്രമല്ല കുടുംബത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ആ നാട്ടിനാകെ വലിയൊരു അനുഗ്രഹം മാറിയിട്ടുണ്ട്. നാട്ടിൽ മാത്രമല്ല, പക്ഷെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ കുടുംബത്തെയോ അസ്ലമിനെയോ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരെയോ അതുപോലെ തന്നെ കുടുംബത്തെ മറക്കാൻ ആ നാട്ടിന് സാധിക്കുകയില്ല. എല്ലാ രംഗത്തും കയ്യഴിഞ്ഞ് സഹായിക്കുകയും എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു സ്വതന്ത്രമായി ജീവിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ദുബൈയിലും അതുപോലെ സ്ഥലങ്ങളിലുമുള്ള അവരുടെ സ്വാധീനം തീർച്ചയായും അവർ ഉപയോഗിക്കുകയും ആ നാട്ടിൻ്റെ ഒരു രക്ഷകർത്താക്കൾ എന്ന നില നേടുകയും ചെയ്തു. അതിന് പ്രധാന കണ്ണിയായി വർത്തിച്ച ആളാണ് അസ്ലം. ഈ ജീവിതത്തിൽ പല ആൾക്കാരുമായിട്ടും ഇടപഴകാനും പരിചയപ്പെടാനും ഭാഗ്യമുണ്ടായിട്ടുണ്ടെങ്കിലും അസ്ലമിനെ പോലെ അത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭ, ആളുകളെക്കുറിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ അനുകമ്പ, അതോടൊപ്പം തന്നെ നിശബ്ദമായി അവരെ സഹായിക്കുവാനുള്ള ആ ഒരു അഭിവാഞ്ച, പറയുന്നത് പരിപൂർണമായും പ്രവർത്തനത്തിലെത്തിക്കുവാനുള്ള ഒരു കഴിവ്, ഇതെല്ലാം ഒന്നിച്ച് കിട്ടിയ ഒരു വ്യക്തിയെ വളരെ കാലമായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അസ്ലം ചെയ്ത കാര്യങ്ങൾ പുറത്തറിഞ്ഞതിൽ എത്രയോ കൂടുതലായിരിക്കും പുറത്തറിയാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും നാടിനു വേണ്ടിയിട്ടും ചെയ്തിട്ടുള്ളത്. ഒരു ഐസ്ബർഗ് ഫിനോമിനൻ പോലെയാണ് അസ്ലം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, പുത്തൂർ റഹ്മാൻ, താങ്കളുടെ ഒരു 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. എൻ്റെ 5 ലക്ഷം രൂപ നമ്മുടെ ട്രിവാൻഡ്രം ക്യാൻസർ സെൻ്ററിന് വേണ്ടി. ഞാൻ ആലോചിച്ച്, ഞാൻ എന്നാണ് 5 ലക്ഷം രൂപ ക്യാൻസർ സെൻ്ററിന് കൊടുത്തത്? ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അസ്ലം വിളിച്ച് പറഞ്ഞു, പുത്തൂരെ, ഞാനേ ഒരു 5 ലക്ഷം നിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അത് നീയാണ് കൊടുത്തതെന്ന് പറഞ്ഞാണ്ട്. അങ്ങനെ ഒരുപാട്, അതായത് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം അറിയിക്കാതെ മറ്റുള്ള പേരിൽ അദ്ദേഹം ചെയ്യുമായിരുന്നു എന്നതാണ്. അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം മറക്കുന്ന, കുടുംബത്തെ മറക്കുന്ന, നാടിനെ മറക്കുന്ന, സമൂഹത്തെ മറക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ വിഭാഗങ്ങളിലും പെട്ടവരുമായി സ്നേഹബന്ധം പുലർത്താൻ കഴിഞ്ഞത് തന്നെ അതിൻ്റെ ഒരു വലിപ്പം എനിക്ക് മനസ്സിലായതും അസ്ലം മറഞ്ഞു പോയതിന് ശേഷമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭരണരംഗത്തുള്ളവരായാലും ഉന്നത നേതാക്കളായാലും പാവപ്പെട്ടവരായാലും എല്ലാവരെയും ഒരുപോലെ കാണാനും കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുവാനും അസ്ലം കാണിച്ച താല്പര്യം വളരെ വലിയതാണ്. അത് അസ്ലമിൻ്റെ ഒരു വലിയ മഹത്വമാണ് നമുക്കതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് വിദേശ മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അസ്ലമിൻ്റെ നിര്യാണം വിദേശ മലയാളികൾക്ക് മൊത്തത്തിലുണ്ടായ ഒരു നഷ്ടമാണ്.
തിരുവിതാംകൂറിലുള്ളൊരു സുഹൃത്ത് പറഞ്ഞത്, ഞങ്ങളെപ്പോലുള്ളവർക്ക് അസ്ലം ഇവിടെ പാലസിലുള്ളത് ഒരു സുരക്ഷിത ബോധം നൽകിയിരുന്നു. ആ സുരക്ഷിതം ഞങ്ങളിൽ തോന്നിപ്പിക്കാൻ പറ്റിയ ഒരാൾ ഇനി കണ്ടെത്താൻ പോലും കഴിയില്ല എന്നാണ്. അവന് തുടക്കം വളരെ സൈലൻറ്റ് സ്റ്റാർട്ടിങ്, അതായത് ആരും അറിയാതെ വളരെ സൈലൻ്റായി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഈ നിലയിലെത്തിയിട്ടുള്ള നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയായി ഐഡിയ ഉണ്ടായിരുന്നു നമുക്ക് തന്നെ മനസ്സിലാക്കാം. നമുക്കൊന്നും അന്ന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു ഒക്കെ. അപ്പോൾ വലിയ സഹായം ചെയ്ത് എന്തെങ്കിലും ഒരാൾക്കൊരു കല്യാണം സഹായിക്കുക അല്ലെങ്കിൽ വലിയ രോഗത്തിന് സഹായിക്കുക എന്നല്ലാതെ ഇങ്ങനെ ഒരു ഒരു സ്ഥാപനം അതുപോലുള്ള ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് അതൊക്കെ അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് കരുതിയാൽ ആത്മവിശ്വാസം, നമ്മൾ ശ്രമിച്ചാൽ നടക്കും എന്നുള്ള ആത്മവിശ്വാസം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോകുമ്പോൾ ഒരാൾ ജോലിൻ്റെ കാര്യത്തിൽ നീ അസ്ലമിനെ ഓർമ്മിപ്പിക്കുന്നതിന് സൂചിപ്പിച്ചത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഒരു 10-11 മണി 10:30 മണി ഉണ്ടാവും. ആ ഫോൺ അങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു എന്നല്ലാതെ ആരും എടുത്തില്ല അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും സാധാരണയുള്ള പോലെ അദ്ദേഹം തിരക്കിലായിരിക്കാം. പക്ഷെ പിന്നീടാണ് അറിയുന്നത് അദ്ദേഹം എന്നേക്കുമായുള്ള ആ തിരക്കിൽ അദ്ദേഹം നമ്മോട് വിട്ടുപോയ വിവരമാണ് പിന്നെ എന്നെ തേടിയെത്തുന്നത്. സിനിമയാണല്ലോ ഇപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ആക്കി തന്നിക്കണത്. എൻ്റെ കുട്ടി പോയിട്ട് സിനിമ പോയ കാരണം ഞങ്ങൾക്കൊക്കെ വലിയ പരാജയം. ഇപ്പോൾ പോലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും വരുമ്പോൾ പോലും സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണമുണ്ട്. കയ്യിലറ്റം വന്ന് എനിക്ക് പിന്നെ എന്താ നിങ്ങളെ കുട്ടി സുഖടെന്ന് ഇറങ്ങി 2000 ഉറുപ്പിക എനിക്ക് ഇവിടെ നിന്ന് കൊടുക്കത്ത് തരലും തന്നു പോയി എൻ്റെ കുട്ടി. ഓലൊക്കെ അങ്ങനെ എന്നെ വിചാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഈ നാട് മുഴുവൻ നന്നായി എല്ലാവരും ഉടുക്കാൻ ഉടുത്തുണി അറിയാതെ എവിടെ തീണ് അറിയോ, അതൊക്കെ ഞങ്ങളെ കുട്ടിനെ കൊണ്ടുവന്ന. 2005 മാർച്ച് 5-ാം തീയതി അസ്ലം മൊഹീദ്ദീൻ നമ്മെ വിട്ടുപോയി. അസ്ലം മരണപ്പെടുന്ന ദിവസം ഏകദേശം ഉച്ചക്ക് 12 മണിക്ക് എനിക്ക് ദുബൈയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു ഫോണുകളാണ് വരുന്നത്. എന്താണെന്ന് അറിയുന്നില്ല. വിശ്വസിക്കാൻ പറ്റിയില്ല. പ്രാക്ടീസൊക്കെ നിർത്തി ഉടനെ തന്നെ ഞാൻ പാലസിൻ്റെ ആ ഭാഗത്തോട്ട് പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത് സത്യമാണ് എന്നുള്ളത് അറിയുന്നത്. ആ സമയത്താണ് ഏകദേശം ഒരു 2 മണി ആവും. നമ്മുടെ നിലമ്പൂർ MP അബ്ദുൽ വഹാബ് എന്നെ വിളിച്ചു മൊബൈലിൽ. അസ്ലം എന്താണ് ദുബൈയിൽ സംഭവിച്ചത്, അസ്ലമിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വഹാബ്ഖാനോട് പറഞ്ഞത്, വഹാബ്ഖാൻ ഞാനും അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വഹാബിനെ വേറെ ഫോണിൽ വിളിക്കുന്നത് എൻ്റെ ഫോണിൽ കേൾക്കുന്നുണ്ട്. ആ ഫോണിൽ ഡോക്ടർ ആസാദായിരുന്നു. ഡോക്ടർ ആസാദിനോട് എനിക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല, കാരണം തുറന്നു പറയണ്ട. വൈനാലില്ലായി വൈനാലി രാജു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് വേറെ ടെലിഫോണിൽ കേൾക്കാൻ പാടില്ലാത്ത, അപ്പം പെട്ടെന്ന് കേൾക്കാൻ പാടില്ലാത്ത ആൾ. ഇന്നാലില്ലായി വൈനാലി രാജു എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി സംഭവം അസ്ലം മരിച്ചിരിക്കുന്നത്. ആ ഒരു രംഗം ആ സമയത്ത് ഞാൻ മുറ്റത്ത് ആ ഒരു സ്പോട്ടിൽ അവിടെ ഇരുന്നു. എനിക്ക് ആ ഒരു 2, 3, 5 മിനിറ്റ് എന്താ സംഭവിക്കുന്നൊന്നുമില്ല. എനിക്കിങ്ങനെ ഒന്നിച്ചിങ്ങനെ ഭൂമി കറങ്ങണമായിട്ടുള്ള ഒരു രംഗമുണ്ട്. കാരണം അത്രയും അപ്രതീക്ഷിതമായിരുന്നു. 2 ദിവസം മുമ്പ് കൂടെ ഇരുന്ന് സംസാരിച്ച ഒരാൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരിച്ച് പോയി എന്നുള്ളത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു കഴിവ് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ ദുബൈയിൽ അന്ന് വൈകിട്ട് ദുബൈയിലെത്തി. എൻ്റെ ആ വീട്ടിൽ കയറുമ്പോൾ എൻ്റെ മറ്റു സഹോദരങ്ങളായ ഷംസുവിനെയും സമദിനെയും കാണുമ്പോഴുണ്ടായ എനിക്കുള്ള ആ വികാരം
ആ ജീവിതത്തിൽ എനിക്ക് എൻ്റെ സ്വന്തം ആൾ മരണപ്പെട്ട ആ ഒരു രംഗം എനിക്ക് ഇപ്പോഴും അത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. പതിനായിരങ്ങളുടെ കണ്ണുനീരൊപ്പിയ മഹാ തേജസ് അനശ്വരമായ ലോകത്തേക്ക് വിടവാങ്ങി. ഭൗതിക ലോകത്ത് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ചെയ്തു വെച്ച സത്പ്രവൃത്തികളും സ്ഥാപനങ്ങളും കുടുംബം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണിന്ന്. ഇതൊരു പെരുമ കാണിക്കാനുള്ള ദൃശ്യക്കാഴ്ചകളല്ല. അസ്ലമിനെ പോലെ സ്വന്തം ജീവിതം കൊണ്ട് ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ ഇതൊരു നിമിത്തമാകട്ടെ.